അവൻ്റെ കയ്യിൽ തന്നെ ഉരിഞ്ഞെടുത്തിട്ട് രണ്ടുപേര് നിന്ന് പിരിച്ചു. എന്നിട്ട് ആ പിരിച്ചിട്ട് ഒരുത്തൻ ഇതിൻ്റെ ഒരറ്റം എടുത്ത് കഴുത്തെ കെട്ടി, വേറൊരുത്തൻ മരത്തെ കയറി. ആ മരത്തെ കയറിയിട്ട് അതിൻ്റെ ഒരു കൊമ്പിലോട്ട് പതുക്കെ നേരെ ഇവർ ബോഡി പൊക്കി കൊടുത്തു. അതിൽ കെട്ടിയിട്ട് അങ്ങ് വിട്ടു. അവനെ അന്നേരം കിടന്ന് പിടച്ചു, മരിച്ചു. നമസ്കാരം. നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇത്രയും ഉറപ്പായിട്ടും പറയുന്നത് നവീൻ ബാബുവിൻ്റെ കൊലപാതകം എന്ന് തന്നെയാണ്, ആത്മഹത്യ എന്നല്ല. എങ്ങനെയാണ് എനിക്ക് ഇത്രയും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്? ഞാൻ ഇതേപോലെ സമാന സ്വഭാവമുള്ള 2 കേസുകൾ CBIക്ക് വിടുകയും CBI അന്വേഷണത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവിടെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കോടതിയിൽ വാദിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നാരായണ നമ്പൂതിരി, ഒരു പാവം നമ്പൂതിരിയായിരുന്നു, മയ്യിൽ സ്വദേശി, കണ്ണൂർ. അദ്ദേഹം കുടുംബസമേതം കവിയൂരിലായിരുന്നു താമസിച്ചിരുന്നത്. മഹാദേവ ടെമ്പിളിലെ പൂജാരിയായിരുന്നു. എന്നാൽ 2004 സെപ്റ്റംബർ 27 രാത്രി അദ്ദേഹം കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം വന്ന വാർത്ത അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ്. പോലീസ് ആദ്യം തന്നെ പറഞ്ഞത് ആത്മഹത്യയാണെന്ന്. കാരണം അദ്ദേഹം കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നു. താഴെ 3 പേര്, ഭാര്യയും 2 മക്കളും താഴെ കിടക്കയിൽ കിടക്കുന്നു. അടുത്ത റൂമിൽ 15 വയസ്സുകാരി സുന്ദരിയും നർത്തകിയുമായ അനഘ എന്ന് പറയുന്ന പ്രായത്തിലപ്പുറത്തെ വളർച്ചയുള്ള അനഘ എന്ന പെൺകുട്ടി അടുത്ത റൂമിൽ കിടക്കുന്നു, മരിച്ചു കിടക്കുന്നു. ഇത് അപ്പോൾ തന്നെ ഇത് കൊലപാതകമാണെന്ന് ചിന്തിക്കാതെ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു ആത്മഹത്യയായിട്ട് ചിത്രീകരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ വീട്ടിൽ കിളിയൂർ കേസിലെ പ്രതിയായ പിമ്പായ ലതാ നായരുടെ ഒളിവിൽ താമസിച്ചു. അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടിടുന്നതിനിടയിൽ ഈറോഡിലേക്ക് മകളുടെ അടുത്തേക്ക് പോകുന്നതിനിടയിൽ ജനങ്ങൾ അറിയുകയും ഇവരെ കളിയാക്കി എന്നുള്ളതാണ് ആത്മഹത്യയെ കാരണം പറഞ്ഞത്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി കന്യകയാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ആരാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചറിയാമോ? ഇപ്പോൾ ഈ കണ്ണൂരിൽ ദിവ്യയുടെ കൂട്ടുകാരി, ദിവ്യയ്ക്ക് എല്ലാം വേണ്ടച്ചത് കൊടുക്കുന്ന ശ്രീമതി ടീച്ചറാണ്. ആ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്നു. അവർ അവിടെ നിന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞെന്താ അറിയോ? ഇവർ ആത്മഹത്യ ചെയ്താണ്, ഈ കുട്ടി കന്യകയാണെന്നാണ്. എന്നാൽ യഥാർത്ഥ സത്യം എന്താണ്? ഈ പെൺകുട്ടി നിരന്തരമായി ബലാത്സംഗത്തിനിരയായി കന്യാചർമ്മം വിച്ഛേദിക്കപ്പെട്ടു എന്ന് വന്നു മാത്രമല്ല, ആ ദിവസം രാത്രി ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് ശുക്ലസ്രാവവും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. ഇത് ബലാത്സംഗം നടന്നില്ല എന്നാണോ ഇവർ ഉദ്ദേശിച്ചത്? അതായത് ബലാത്സംഗം നടന്നത് എന്ന് അറിയുന്ന കൃത്യമായ അറിവുള്ള ആളാണ് ആര്? ശ്രീമതി ടീച്ചർ. അതിനു മുമ്പ് തന്നെ മറ്റൊരു കൃത്യം കൂടി ചെയ്തിട്ടുണ്ട്. CPMൻ്റെ ഹെഡ് വെയ്റ്റ്സ് ബലാത്സംഗം ചെയ്ത ഒരു കുട്ടിയാണ് കിളിരൂരിലെ ഷാരി എന്ന് ധരിച്ച് അവർ കിടന്നിരുന്ന ICUവിൽ ചെന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത് അവരുടെ പിതാവ് തന്നെയാണ്. എൻ്റെ അടുത്താണ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അങ്ങനെയുള്ള സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു കൊലപാതകമാണെന്ന് ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയെന്നറിയാമോ? ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് തൂങ്ങി മരിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് CBI റിപ്പോർട്ട് ഫയൽ ചെയ്തത്. ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് പരിശോധിച്ചപ്പോൾ ഈ നമ്പൂതിരി വിഷവും കഴിച്ചിട്ടുണ്ട്. എല്ലാവരും കഴിച്ച ക്ലോറിപൈറിഫോസ് എന്ന് പറയുന്ന കീടനാശിനിയും കഴിച്ചിട്ടുണ്ട്. കൂടാതെ മദ്യവും കഴിച്ചിട്ടുണ്ട്. മദ്യവും വിഷവും കഴിച്ചാൽ വിഷത്തിൻ്റെ വീര്യം ഡബിൾ ആവല്ല, 4 ഇരട്ടിയാകും. ഈ ക്ലോറിപൈറിഫോസ് കഴിച്ച ഒരാൾക്ക് ഒരിക്കലും കൈ പൊങ്ങില്ല. കാരണം ശരീരം മുഴുവൻ തളർന്നു പോകും. മദ്യവും കൂടി കഴിച്ചാലോ പൂർണ്ണമായി തളർന്നു പോകും. പൂർണ്ണമായി തളർന്നു പോകുന്നതൊക്കെ എങ്ങനെയാണ് മുകളിലേക്ക് കെട്ടിത്തൂങ്ങി മരിക്കാൻ കഴിയുക? അപ്പോൾ വളരെ കൃത്യമാണ്, അദ്ദേഹത്തെ കെട്ടിത്തൂക്കി കൊന്നതാണ്. മദ്യവും വിഷവും കൊടുത്തിട്ട് കെട്ടിത്തൂക്കി കൊന്നാണ്, മരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഇതെന്തിനായിരുന്നു എന്നുള്ള കഥയ്ക്ക് ഞാൻ പിന്നീട് പറയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണം. ഈ നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു ആത്മഹത്യ എന്നുള്ളതാണ്, മർദ്ദനമൊന്നും ഏറ്റില്ല എന്നാണ്. എന്നാൽ ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള, എനിക്ക് കൃത്യമായി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം ഇത് ഫാബ്രിക്കേറ്റഡ് ആയ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഭീകരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി കൊല്ലുകയായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇത് പൂർണ്ണമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ കളക്ടറും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. കളക്ടർ ഈ കുടുംബത്തോട് പറഞ്ഞത്, നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാനിത് പോസ്റ്റ്മോർട്ടം നടത്തും,
അപ്പം ഇവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ വരണ്ടേ? ഇതില്ലേ മലയാളപ്പുഴ മോഹൻ പറയുന്നൊരു വാചകം കേട്ട് നോക്കൂ, ആ ഭാഗം മാത്രം നമുക്ക് കേൾക്കാം. അതായത് ഈ പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് മലയാളപ്പുഴ മോഹന് അടക്കമുള്ള കുടുംബത്തോട് അവരെത്തുന്നതിന് മുമ്പ് ഞങ്ങൾ വന്നിട്ട് നടത്തിയാൽ മതി എന്ന് പറയുമ്പം കളക്ടർ പറഞ്ഞു ഞങ്ങൾ അത് അല്ല, ഞാനത് നടത്തും, യാതൊരു പ്രശ്നവും ഞാനിവിടെ ഇല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെയല്ല നിയമം. കളക്ടറല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും കുടുംബം വന്നിട്ട് മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് കളക്ടർ ഇതിൻ്റെ അകത്ത് ധൃതി പിടിച്ചിങ്ങനെ കാര്യം ചെയ്തത്. മലയാളപ്പുഴ മോഹന്റെ വാക്ക് കേട്ടു നോക്കൂ. ഇവിടെ അഴീക്കോട്ട് നിന്ന് ഫോൺ കോൾ വന്നു, പിന്നെ കണ്ണൂന്ന് തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നു. അതെന്തോ അങ്ങനെ എല്ലാം ചെയ്യാൻ പോകുന്നു. ഉടനെ നമ്മൾ അങ്ങോട്ട് അവിടെ നിന്ന് വിളിച്ചു, കളക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് കളക്ടറെ വിളിച്ചു, അഡ്വക്കേറ്റൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു, വിളിച്ച് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഞങ്ങളുണ്ടാവണം, ഞങ്ങളുണ്ടാവാതെ ഇൻക്വസ്റ്റ് തയ്യാറാക്കരുതെന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതെന്തോ പ്രശ്നമൊന്നുമില്ല, ഞാനുണ്ടല്ലോ കളക്ടറല്ലേ, ഞാനിവിടെ നിന്നല്ലേ ജയിക്കുന്നത്, എല്ലാം ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല, മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. തന്നെയല്ല പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇതുമായി ബന്ധപ്പെട്ട ചില കക്ഷികളും പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അത് താല്പര്യം, അതൊന്നും പ്രശ്നമില്ല, ഞാൻ ചെയ്തോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് കളക്ടർ പറഞ്ഞ് അങ്ങ് ചെയ്യുകയായിരുന്നു. അനുവാദം വാങ്ങിക്കാൻ അങ്ങ് ചെയ്തെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ 18 നമ്മളെ തന്നു എന്നുള്ളത് ശരിയാണ്. കേട്ടല്ലോ. അപ്പം ഇവിടെ ക്ലിയറാണ്, ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ ഭയങ്കര ദുരൂഹതയുണ്ട്. മാത്രമല്ല ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി പറയാനുള്ള ഒരു ആളാണ് നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ. അദ്ദേഹം താഴെ മജിസ്ട്രേറ്റ് കോടതി മുതൽ ക്രിമിനൽ കേസുകളിൽ പ്രാവീണ്യമുള്ള ഒരാളാണ്. അദ്ദേഹം ഹൈക്കോടതി വരെ ഭയങ്കര ക്രിമിനൽ കേസുകളിലെല്ലാം വിധികൾ പറഞ്ഞിട്ടുള്ള ആളാണ്. നിരവധി കൊലപാതക കേസുകൾ വിധി പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം ശിക്ഷിച്ചുള്ള പല ആളുകളും ആ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളാണ്. കൃത്യമായി എവിഡൻസ് നോക്കി കൃത്യമായി പറയുന്ന ഒരാളാണ് അദ്ദേഹം. പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന ചാനൽ ഈ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള കൃത്യമായി പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മുമ്പ് ഒരു 4 പേര് കൂടി ഒരാളെ ഇടിച്ച് ശരിയാക്കി, നെഞ്ചൊക്കെ ഇടിച്ച് ശരിയാക്കി, പിന്നെ അവർ കെട്ടിത്തൂക്കി കൊന്നതു എന്ന് പറയുന്നത്. കെട്ടിത്തൂക്കിയിട്ട് ഹാങ് ചെയ്യാണ്, മരിക്കാത്ത ആൾ ഹാങ് ചെയ്യുമ്പോൾ സാധാരണ പോലെ മരിക്കും. അതുപോലെ ആവാം നവീൻ ബാബുവിൻ്റെ കൊലപാതകം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായി ഇന്ന് കേട്ട് നോക്കാം നമുക്ക്. കാരണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ധരിക്കുന്നത് പല ആത്മഹത്യകളും ശരിയായ ആത്മഹത്യയാണെന്നാണ്. യഥാർത്ഥത്തിൽ ആത്മഹത്യയല്ല. എൻ്റെ അനുഭവത്തിൽ പറയാം. ഇതേപോലെ ഒരു സംഭവം കൂടി ഞാൻ പറയാം. ആദ്യം ഇത് കേട്ടിട്ട് പറയാം. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ അസന്നിഗ്ധമായിട്ട് വെളിവാക്കിയേക്കുന്നത് ഇറ്റ് ഈസ് എ ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്നാണ്. ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ്, സൂയിസൈഡൽ ഹാങ്ങിങ് എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. അല്ലാതെ ബോഡിയിൽ മറ്റ് ഇഞ്ചുറീസ് ഒന്നും, മുറിവുകളൊന്നും ഇല്ല, അത് കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. അതും ശരിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് അതിൻ്റെ ലക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ, അതാണ്. പക്ഷേ ഇതൊന്നും നമുക്കിനി ഇത് ശരിയാണോ ഈ നടത്തിയേക്കുന്നത്, ഇത് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നറിയണമെങ്കിൽ അതിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ മാർഗമില്ലാതാക്കി. ഡെഡ് ബോഡി കത്തിപ്പോയി, ഒന്നുമില്ല, ഇനി ദഹിപ്പിച്ചതാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് യഥാർത്ഥത്തിൽ അതൊരു ദുരൂഹതയുള്ള ഒരു കാര്യമാണ്. ഈ വീട്ടുകാർക്ക്, അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്കും ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ആ മുതലെടുപ്പിലേക്ക് പോയത്. കാരണം അവരവർ പറയുന്നത് കേട്ടു, അവരെല്ലാം ചെയ്തു, എല്ലാം അവരോടൊപ്പമാണ് എന്നെല്ലാവരും വിളിച്ച് പറയുന്നതെല്ലാം അവർ കേട്ടു കഴിഞ്ഞപ്പോൾ അവർ കൂടെ ആളുണ്ടല്ലോ, എല്ലാവരും ഒപ്പമാണല്ലോ എന്നുള്ളൊരു ഒരു ധാരണയിൽ ഇതൊരു ആത്മഹത്യ മാത്രമായി അവർ കണക്കാക്കി. അവരാദ്യം ഇതിൻ്റെ മറ്റ് പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് ചിന്തിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ബോഡി ദഹിപ്പിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ബോഡി ഒരിക്കലും ദഹിപ്പിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് മറവ് ചെയ്തിരുന്നത് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാമതെടുത്ത് അന്തസ്സായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ഇത് വീണ്ടും സ്ഥിരീകരിക്കാമായിരുന്നു. അതിന് പറ്റാതെ പോയി. ഏത് വിധത്തിലാണ് ഇനി ഇതിപ്പോൾ ഒരു ഹാങ്ങിങ് ആണെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ ഒരു ഹാങ്ങിങ് ആയിട്ട് പറഞ്ഞെന്നിരിക്കട്ടെ, അത് സൂയിസൈഡൽ ഹാങ്ങിങ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും, പലപ്പോഴും. കാരണം ഒരു 2-3 പേര്, അതായത് ഒരാൾ, അതായത് അബോധാവസ്ഥയിലായ ഒരാൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരാളെ എടുത്തിട്ട് അയാളുടെ കഴുത്തിൽ ഈ ലൈഗേച്ചർ കെട്ടി മുകളിൽ കെട്ടിയതിന് ശേഷം അങ്ങ് വിട്ട് കഴിഞ്ഞെന്നിരിക്കട്ടെ പതുക്കെ. എല്ലാ സൂയിസൈഡിൻ്റെയും ലക്ഷണങ്ങൾ മാത്രമേ അതിൽ കാണുള്ളൂ. അത് സൂയിസൈഡൽ ഹാങ്ങിങ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള കേസ് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ 3-4 പേര് ഒരുത്തനെ നെഞ്ചത്തൊരു വലിയ ഇടി കൊടുത്തു, ഒരുത്തനും ഭയങ്കരമായിട്ട് ഇടിച്ച് അവൻ മറിഞ്ഞു വീണപ്പോൾ യവന്മാർ 4 പേരൂടെ താങ്ങി എടുത്ത് കൊണ്ടുവന്നിട്ട്
അവൻ്റെ കയ്യിൽ തന്നെ ഉരിഞ്ഞെടുത്തിട്ട് രണ്ടുപേര് നിന്ന് പിരിച്ചു. എന്നിട്ട് ആ പിരിച്ചിട്ട് ഒരുത്തൻ ഇതിൻ്റെ ഒരറ്റം എടുത്ത് കഴുത്തെ കെട്ടി, വേറൊരുത്തൻ മരത്തെ കയറി. ആ മരത്തെ കയറിയിട്ട് അതിൻ്റെ ഒരു കൊമ്പിലോട്ട് പതുക്കെ നേരെ ഇവർ ബോഡി പൊക്കി കൊടുത്തു. അതിൽ കെട്ടിയിട്ട് അങ്ങ് വിട്ടു. അവനെ അന്നേരം കിടന്ന് പിടച്ചു, മരിച്ചു. ഇത് എത്രയൊക്കെ ക്രൈം, ഇങ്ങനെ എത്രയൊക്കെ ബുദ്ധിപരമായിട്ടൊരു ക്രൈം നടത്തിയാലും അതിലെപ്പോഴും ഒരു തെളിവ് അവശേഷിക്കാറുണ്ട്. ഇത് രാത്രി, അതായത് വെളുപ്പിനെ ഒരു മാർക്കറ്റിലായത് ആടിനെ വിൽക്കാൻ വന്ന ഒരാൾ കേട്ടോ, അയാൾ ആടിനെയും കൊണ്ടുവന്നു. അയാൾ ഉറക്കം വന്ന് അനങ്ങാതെ അപ്പുറത്തൊരു ഷെഡിൽ കയറി ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അയാൾ എന്തോ ശബ്ദം കേട്ട് ഇയാൾ ഉണർന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അയാൾ പേടിച്ച് പുറത്ത് പറഞ്ഞില്ല. വലിയ ക്രിമിനൽസാണ് ഈ ചെയ്തവന്മാർ, പുറത്ത് പറഞ്ഞില്ല. പിന്നെ 2 വർഷം കഴിഞ്ഞ് ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ഒരു നല്ലൊരു പോലീസ് ഓഫീസർ, ശശിധരൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം, ഇത് നല്ല ഈ അന്വേഷണം പലതുപോലെ ഇത് നടത്തി, പല അന്വേഷണങ്ങൾ ഇതുപോലെ നടത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെ കുഴിച്ചുമൂടപ്പെട്ട ഒരു 3-4 കേസുകൾ ഒന്നിച്ച് തുരന്നെടുത്തു കേട്ടോ ഇവർ നടത്തിയിട്ടാണ് അവസാനം ഈ ആടുകാരനെ കണ്ടുപിടിച്ചു, ഈ മൊഴിയെടുത്തു, ആ കേസ് വന്നു, ഞാനത് ശിക്ഷിക്കുകയും വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഒരു എവിഡൻസ് എങ്ങനെയായാലും കിട്ടും, പലപ്പോഴും കിട്ടും. ഇവിടെ ഇതിനി ശ്രദ്ധിക്കണം. ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഇതിൻ്റെ ഒരു ചെറിയ ഒരു രീതിയിലേക്ക്, അതായത് ഈ PP ദിവ്യയുടെ ഈ പ്രസംഗം, അതുമാത്രമല്ല ഈ പെട്രോൾ ബങ്കിനകത്ത് അയാൾ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അയാൾ അന്തസ്സായിട്ട് 6 ദിവസത്തിനകത്ത് അയാൾ NOC എഴുതി കൊടുത്തതാണ്. ഈ പെട്രോൾ ബങ്കിൻ്റെ ഇതിലേക്ക് മാത്രമായിട്ട് ഇത് ഒതുക്കിക്കെട്ടാൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഇതിനകത്തൊരു വൈഡ് കോൺസ്പിറസി ഇതിൻ്റെ പുറയിലുണ്ട്. ഇതിനകത്ത് വലിയ ലാൻഡ് മാഫിയ, ലാൻഡ് ഡീല് ഒക്കെ, ഇതെന്തൊക്കെയോ കാര്യങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നൊന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല എൻ്റെ സത്യസ്ഥിതി. പക്ഷേ ഇതൊക്കെ അന്വേഷിക്കണം. ഇതൊരു ചെറിയ കാര്യമായിട്ട് ഈ പ്രശാന്തനിലേക്ക് മാത്രം ഒന്നും ഒതുങ്ങിപ്പോകരുത്. അങ്ങനല്ല ഇത് വേണ്ടത്. ദിവ്യയിലേക്ക് മാത്രം ഒതുങ്ങല്ല വേണ്ടത്. ഇതിൻ്റെ പുറയിലുള്ള കള്ളക്കളികൾ ഒരുപാട് ആരൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെങ്കിൽ കേരള പോലീസിനെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവർ ചെയ്യത്തില്ല, ചെയ്യാനൊക്കത്തില്ലെന്ന്. ഇപ്പം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും അവർക്ക്. അവരെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും? അവർ ചെയ്യത്തില്ല. അപ്പോൾ ഏറ്റവും പറ്റിയത് യഥാർത്ഥത്തിൽ ഒരു ഏജൻസി, അതായത് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ പറ്റിയ ഒരു ഏജൻസി, അത് ഈ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള CBI തന്നെയാണ്. CBIക്ക് തന്നെ അതിന് പറ്റുള്ളൂ. അതാണ് ശരി. കോടതി അത് എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. അത് കോടതി അതിൻ്റെ ന്യായങ്ങൾ നോക്കിയിട്ട് വിധിക്കും. അത് കോടതി വിധിയാണ്, അത് പറഞ്ഞോട്ടെ. ഞാൻ അതിൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്. അല്ലാതെ ഇങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കാരണം അതിനുള്ള പറ്റിയ അതിൻ്റെ സാഹചര്യങ്ങൾ നിർബന്ധിക്കുന്നത് ഇതാണ്. ഇനി കളക്ടറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കളക്ടർ ചെയ്ത പണി എന്തോന്ന് നമുക്കറിയാമല്ലോ. വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ഒരു അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ പേർക്ക് ഉണ്ടായിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ആള് അതേ വർഷം തന്നെയാണ് യഥാർത്ഥത്തിൽ ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും ഗീതയ്ക്ക് കൊടുത്തത് മൊഴി. ഇതൊക്കെ കൊടുത്തു, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു കൈക്കൂലിയുടെ ആക്ഷേപം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പോലീസിന് കൊടുത്ത മൊഴിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. നവീൻ ബാബു അയാളുടെ കളക്ടറുടെ ചേംബറിൽ ചെന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞെന്ന്. ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ്. അയാൾക്കെതിരെ തന്നെ ആദ്യം കേസെടുക്കണ്ടേ യഥാർത്ഥത്തിൽ. കാരണം ഏറ്റവും സംശയാസ്പദത്തിൻ്റെ മുനയിൽ നിൽക്കുന്ന ആളാണ് ജില്ലാ കളക്ടർ. കാരണം ഇതുപോലെ ഇല്ലാത്ത ഒരു കാര്യം, ഒരു കള്ളം പറയുകയാണ്. മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ ഫാമിലിക്കറിയാം ഈ കളക്ടറുമായിട്ട് ഒരു നല്ല ബന്ധമൊന്നും നവീൻ ബാബുവിനില്ല. കാരണം കളക്ടർ അങ്ങനെയുള്ള ഒരാളാണ്. അതുകൊണ്ട് കളക്ടറുമായിട്ട് ശരിയായ ഒരു ബന്ധമൊന്നുമില്ല, അടുപ്പമൊന്നുമില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോരുക എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയുള്ള ഒരാൾ ഇത് പറഞ്ഞേക്കുമ്പോൾ തന്നെ വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യമല്ലേ ഉള്ളത്. ഈ കളക്ടർ ആദ്യം അധികം ഇടപെടുന്നില്ല. കളക്ടർക്ക് അറിയാമായിരുന്നു ദിവ്യ അവിടെ എത്തുമെന്ന്. എന്നിട്ട് ദിവ്യ അവിടെ വന്നപ്പോൾ അത് ഇതുപോലൊക്കെ അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ തർക്കിച്ചില്ല, തടഞ്ഞില്ല. അതും കൂടാതെ ഇപ്പോൾ ഒരു കള്ളത്തരം കൂടെ പിന്നീട് രണ്ടാമത് മെനഞ്ഞെടുക്കുന്നു. അതായത് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞേക്കുന്നത്. ഇത് കൂടാതെ മറ്റ് ധാരാളം സാഹചര്യങ്ങളും ഇതിനകത്ത് കുഴപ്പമുണ്ട്. ഒന്ന്, ഈ PP ദിവ്യ വരുമ്പോൾ അവിടെ ഒരു വീഡിയോഗ്രാഫറെ കൊണ്ടാണ് വരുന്നത് കേട്ടോ. അവിടെ വന്നപ്പോൾ വീഡിയോഗ്രാഫർ കറക്റ്റാണ്. അതിനു മുമ്പ് ഈ ദിവ്യ തന്നെ
ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ആ ഒരു ചെറിയൊരു അവിടുത്തെ ലോക്കൽ ചാനലിൻ്റെ ആളിനെ കോണ്ടാക്ട് ചെയ്തു. എൻ്റെ ഇത് മുഴുവൻ ഒന്ന് കവറേജ് നടത്തണം എന്നാണ്. വലിയ അത്യാവശ്യമല്ലേ കവറേജ് നടത്തിയിട്ട്, വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകല്ലേ. അങ്ങനെ കവറേജ് നടത്താനായിട്ട് ആളുണ്ട്. അയാൾ ഇത് കവറേജും ഒക്കെ നടത്തി റെഡിയാക്കി ഇതെല്ലാം കണ്ടിട്ട് ഈ സ്ത്രീ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഈ വീഡിയോഗ്രാഫ് മുഴുവൻ വാങ്ങിച്ചിട്ട് മുഴുവൻ സർക്കുലേറ്റ് ചെയ്യാണ് പത്തനംതിട്ടയിലും നാട്ടിലുമൊക്കെ. എന്നിട്ട് അപ്പോൾ ഇനി അടുത്ത ഒരു സാഹചര്യം, അത് എന്നെ ഇന്നലെ ഏഷ്യാനെറ്റിലെ ചർച്ചയ്ക്ക് ശേഷം എന്നെ കാസർഗോഡ് എന്നുള്ള ഒരാൾ വിളിച്ചു കേട്ടോ. അയാളുടെ പേര് ഞാൻ മറന്നുപോയി, നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വിളിച്ചിട്ട് എൻ്റെ ഇതിൽ ലാൻഡ് ലൈനിലാണ് ഇവിടെ വിളിക്കുന്നത്. വിളിച്ചതിന് ശേഷം പറഞ്ഞു, സാർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, നല്ലതായിട്ടാണ് പറഞ്ഞത്, പക്ഷെ ഒരു കാര്യം പറയാൻ സാറ് വിട്ടുപോയെന്ന്. ഞാൻ ചോദിച്ചു എന്ത് കാര്യമാണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 ദിവസത്തിനകം നിങ്ങൾ അറിയും എന്ന് പറഞ്ഞാണ് PP ദിവ്യ പോയത്. സാറിനറിയോ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞത്? നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലെന്നല്ലേ സാർ എന്നാൾ പറഞ്ഞത്? അല്ല, നമ്മൾ അറിഞ്ഞു, ഇയാളുടെ മരണം. അതായത് ഈ നവീൻ ബാബുവിൻ്റെ മരണം 2 ദിവസത്തിനകം നിങ്ങൾ അറിയും എന്നുള്ളത്, അതാണ് അവർ പറഞ്ഞിട്ട് പോയതെന്നാണ് പറയുന്നത്. അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. എനിക്കതിനകത്ത് എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇനി കൂട്ടി വായിക്കാനുണ്ട് ഇതിനകത്ത്. ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫോറൻസിക് എവിഡൻസ് മുഴുവൻ നശിപ്പിച്ചത്, പിന്നെ അതുകൊണ്ട് മാത്രം തന്നെ ഇത് യഥാർത്ഥത്തിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങയ്ക്ക് ആ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളോടോ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ കോടതി വിധി വരുന്നത് വരെ നോക്കിയിരിക്കാതെ, നാണക്കേടുണ്ടാക്കാതെ നിങ്ങൾ ഇത് CBIക്ക് സ്വമേധയാ ഹാൻഡ് ഓവർ ചെയ്യുക ഈ അന്വേഷണം. എന്നിട്ട് കോടതി പറയുക, ഞങ്ങളിത് CBIക്ക് കുടുംബത്തിന് വേണ്ട ഇതാണ്. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതിൽ അവർക്ക് വിശ്വാസം വേണം. ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനായിട്ട് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്, അതുകൊണ്ട് ഈ അന്വേഷണം CBIക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ പറയണം. അതാണ് നിങ്ങൾ ആ അന്തസ്സ് കാണിക്കേണ്ടത്. കാണിച്ചില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളോട് ഒരിക്കലും ഇവരാരും പൊറുക്കില്ല. അത് മനസ്സിലാക്കുക, തിരിച്ചറിയുക. കേട്ടല്ലോ, വളരെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇന്ന് പ്രൈം വിറ്റ്നസ് പറഞ്ഞത് ഞാൻ എടുത്ത് കൊടുക്കുന്നതിന് കാരണം ഇത് നാട് മുഴുവൻ എല്ലാവരും അറിയണം, എല്ലാവരും അറിയണം. ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനാണ് മലബാർ സിമെൻറ്റിലെ ശശീന്ദ്രൻ കൊലക്കേസിൽ ആ കുട്ടികൾ 2 പേരും ആത്മഹത്യ, 2 കുട്ടികളോടൊപ്പം ശശീന്ദ്രൻ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ്. ആ ഒരു കാരണവശാലും അദ്ദേഹത്തിന് 2 കുട്ടികളെയും കൊണ്ട് മോളെ കയറ്റിയിട്ട് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് അത് ആത്മഹത്യയായിട്ടാണ് CBI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആര്? നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന കവിയൂർ കേസിലെയും അതേപോലെ ശശീന്ദ്രൻ കൊലക്കേസിലെയും അട്ടിമറിച്ച, കോടികൾ തട്ടിപ്പ് നടത്തിയ കള്ളനാണെന്ന് ഹൈക്കോടതിയും തിരുവനന്തപുരം CBI കോടതിയും വിധിച്ചിട്ടുള്ള നന്ദകുമാരൻ നായരെ കുറിച്ചിട്ട് ആ കേസ് ഞാൻ ഏറ്റെടുത്ത ശേഷം, ഞാൻ അതിൻ്റെ അകത്ത് കക്ഷി ചേർന്ന ശേഷം ഞാൻ ഈ കാര്യം ഉന്നയിക്കുകയും ഇത് കൊലപാതകമാണ് എന്ന് പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇപ്പോൾ വീണ്ടും തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ CBI ഡൽഹിയിൽ നിന്ന് വന്ന ആൾക്കാർ ചെയ്തെന്താ അറിയോ? എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ അന്ന് പെട്ടെന്ന് ഇന്ന് തന്നെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ നേരിട്ട് പോയി കണ്ടു. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ഡോക്യുമെൻ്റ് എല്ലാം ആയിട്ട് വേറെ ദിവസം തരണം. പെട്ടെന്ന് ഒരു ദിവസം വന്ന് നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ എൻ്റെ ഫയലുകൾ എടുക്കണം. ഞാൻ 100,000 കേസുകൾ പഠിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വേറെ ദിവസം ആക്കാമെന്ന്. വേറെ ദിവസം അവർ പറഞ്ഞ സമയത്ത് ഞാൻ കൃത്യമായി എറണാകുളം CBI കോടതി പോയി ഓഫീസിലെത്തിയപ്പോൾ എന്താണെന്നറിയോ? അദ്ദേഹം ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്ന് എന്താ പറഞ്ഞാൽ അറിയോ? ഇത് എഴുതി കൊടുത്തേക്കൂ അവിടെ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല. ഞാൻ എൻ്റെ പെറ്റീഷൻ്റെ കോപ്പി കൊടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരിട്ട് വന്ന് കൃത്യമായി അന്വേഷണം നടത്തുന്നു, ബോധ്യപ്പെട്ടാലേ ഞാൻ എൻ്റെ മൊഴി തരികയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം എന്താണെന്ന് പറയുക, അവർ ഹൈക്കോടതി കൊടുത്തത് യാതൊരു തെളിവില്ല, ഇത് ആത്മഹത്യയാണെന്ന്. എങ്ങനെയുണ്ട് CBI അന്വേഷണം? അതുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഈ കേസ് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൂടി ഈ കുടുംബം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം CBI അന്വേഷണം എന്ന് പറയുന്നത് പഴയ മാതിരി നമ്മൾ സേതുരാമയ്യർ IPSനെ പോലെ സേതുരാമയ്യറിനെ പോലുള്ള ഒരു CBI ഉദ്യോഗസ്ഥൻ്റെ കഥയല്ല ഇത്. ഇപ്പോൾ തട്ടിപ്പിൻ്റെ കഥയാണ് CBIയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ഹൈക്കോടതി നിരീക്ഷണത്തിൽ കൊണ്ടുവരണം. ഞാൻ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം ഹൈക്കോടതി നിരീക്ഷണത്തിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ആ കേസ് കൃത്യമായി അന്വേഷിച്ച് പിണറായി വിജയനെ പ്രതിയാക്കിയത് എന്ന് ഓർക്കണം. നന്ദി, നമസ്കാരം.